ഹലോ ഫ്രണ്ട്സ്, രാംചരൺ നായകനെത്തുന്ന പുതിയ സിനിമയാണ് പെഡ്ഡി. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറൊക്കെ ഇറക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സെൻസറും കഴിഞ്ഞിട്ടുണ്ട്. U/A സർട്ടിഫിക്കറ്റ് തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്നത് ഈ വരുന്ന ജൂൺ മാസം 4-ാം തീയതിയാണ്. ഇന്ന് കാർത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിക്കൊണ്ട് പുള്ളിക്കാരൻ്റെ ലൈനപ്പിൽ അത്യാവശ്യം ഒരു ഹൈപ്പുള്ള സിനിമ തന്നെയായിരിക്കും ഹിറ്റ് സിനിമയുടെ 4-ാം ഭാഗം. സിനിമയിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. SI വീരപ്പനായിട്ടാണ് വരാൻ പോകുന്നത്. പുള്ളിക്കാരൻ മലയാളമായിരിക്കുമോ പുള്ളി സംസാരിക്കാൻ പോകുന്നത്. അതുമാത്രമല്ലാതെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്കും പുറത്തിട്ടിട്ടുണ്ട്. മാർഷൽ എന്നാണ് പുതിയ സിനിമയുടെ പേര്. ഇത്ര വലിയ വയലൻസ് ഒന്നും ഇല്ലാതെ കുറച്ച് ഡീസൻ്റായിട്ട് ഇറക്കുവാണെങ്കിൽ തീരൻ അധ്യായം ഒന്നുപോലെ തന്നെ ഒരു കിടിലൻ ത്രില്ലർ തന്നെയായിരിക്കും ഹിറ്റ് സിനിമയുടെ 4-ാം ഭാഗം. ബോഗൻവില്ല എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അമൽ നീര ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ബാച്ചിലേഴ്സ് പാർട്ടി ഡ്യുവെക്സ്. സിനിമയുടെ ഷൂട്ടിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ സിനിമ പാക്ക് ആയതെന്ന് ഒഫീഷ്യലി ഇപ്പോൾ പറഞ്ഞിരിക്കുവാണ്. സിനിമ നെസ്ലിൻ ഉൾപ്പെടെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയിലുണ്ട്. നമ്മുടെ ചാക്കോച്ചിന് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി? എബ്രി ഷാൻ സംവിധാനം ചെയ്ത ഒരു അഡൾട്ട് കോമഡി സിനിമയായിരുന്നു സ്പാ എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിലൊക്കെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 28-ാം തീയതി മനോരമ മാക്സ് വഴി സിനിമ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോവുകയാണ്.